ഡൽഹിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു പ്രക്ഷോഭമായി എത്തിയപ്പോൾ അവർക്ക് പിന്തുണയുമായി പല ആളുകളും ഡൽഹിയിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കണ്ടു. അതിൽ 95% രാജ്യദ്രോഹികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ കുറെ സിഖുകാരൊക്കെ അവിടെ ഒഴുകിയെത്തി നരേന്ദ്രമോദി സർക്കാരിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, സമരമൊക്കെ ഉന്നയിക്കുന്ന ഒരു കാഴ്ച കണ്ടതാണ്. നിലവിലിപ്പോൾ പാറ്റകളും അതോടൊപ്പം തന്നെ നിങ് സിഖുകാരും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ദേശീയ തലസ്ഥാനത്തെ ജന്തർ മന്ദിറിൽ പ്രക്ഷോഭം നടത്തുന്ന കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും നിങ് സിഖുകാരും തമ്മിൽ വാക്കേറ്റവും കയ്യങ്കാളിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതായത് പാറ്റ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ സിഖുകാരും തമ്മിൽ പൊരിഞ്ഞ അടിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഇന്നലെ വരെ ചക്കരയും ഈച്ചയും പോലെ ഇരുന്നവരാണ് ഇന്ന് തമ്മിൽ തല്ലി ഇപ്പോൾ രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞാൽ കീരിയും പാമ്പിന്റെ അവസ്ഥയിലേക്ക് തലമണ്ട അടിച്ചു വിളിക്കുന്നു, മറ്റവനെ തള്ളിയിടുന്നു, അവന്റെ ചവിട്ടത്തടിക്കുന്നു, അങ്ങനത്തെ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സംഘർഷമായ ഒരു അവസ്ഥയിലേക്ക് ഈ പാറ്റ പ്രവർത്തകരും ഈ നിഹ് സിഖുകാരും തമ്മിൽ എത്തി നിൽക്കുകയാണ്. നീറ്റ് പരീക്ഷാ ചോർച്ചയുമായും മറ്റ് വിദ്യാഭ്യാസ ക്രമക്കേടുമായും ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് CJP പ്രവർത്തകർ നടത്തിവരുന്ന പ്രക്ഷോഭത്തിനിടയിലാണ് അപ്രതീക്ഷിതമായി നിങ് സിഖുകാരുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെത്തിയത്. സ്ഥലത്തുണ്ടായിരുന്ന ഡൽഹി പോലീസ് ഉടൻ തന്നെ ഇടപെട്ട് ഇരുഭാഗങ്ങളെയും തമ്മിൽ വേർതിരിച്ചു മാറ്റി സാഹചര്യം പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. സംഘർഷത്തിന്റെ കാരണം എന്താണെന്ന് ഇതുവരെയായിട്ട് വ്യക്തമല്ല. അത് പോലീസിനും അറിയില്ല. കാരണം ഇന്നലെ വരെ ചക്കരയും ഈച്ചയുമായിട്ട് നിന്നവർ ഇന്ന് പെട്ടെന്ന് ശത്രുക്കളായി മാറുന്നതിന് കാഴ്ച എന്താണെന്ന് അറിയില്ല. പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രക്ഷോഭം വൻതോതിൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെ ശക്തമായ പരിഹാസങ്ങളും വിമർശനങ്ങളുമായി CJP രംഗത്തെത്തിയിട്ടുണ്ട്. തെരുവുകളിലെ നേരിട്ടുള്ള പോരാട്ടത്തിന് പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാമിലും എക്സിലും മീമുകളും പാട്ടുകളും ട്രെൻഡിംഗ് വീഡിയോകളും ഉപയോഗിച്ച് പുതിയ തലമുറയുടെ ശൈലിയിലാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഡിജിറ്റൽ പ്രചാരണങ്ങൾ കൊഴുക്കുന്നത്. അതേസമയം തന്നെ മോദിയെ അല്ലെങ്കിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, രണ്ടാമത് മോദിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, മോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായി നിൽക്കുന്ന ആളുകളുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഇപ്പോൾ ഗാന്ധിജി മരിച്ചു, ഇന്ദിരാഗാന്ധി മരിച്ചു, കൂടാതെ രാജീവ് ഗാന്ധിയൊക്കെ മരിച്ചു. ഇതൊക്കെ കോൺഗ്രസിന്റെ കാലത്താണ്. സ്വന്തം പാർട്ടിയിലെ പ്രധാനമന്ത്രിമാരെയൊക്കെ രക്ഷിക്കാനുള്ള കോൺഗ്രസ്സുകാർ എങ്ങനെ ഈ രാജ്യം നോക്കും? രാഹുൽ ഗാന്ധി കാണിക്കുന്നത് വെറും നാടകമാണ്, വെറും പച്ചയായ നാടകമാണെന്ന് ജനങ്ങൾ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയും അതോടൊപ്പം തന്നെ ട്വിറ്ററിലൂടെയും വീഡിയോ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നു. അതായത് കോൺഗ്രസും പാർട്ടി പ്രവർത്തകരും കാണിക്കുന്നതിന് ഒരു മറുപടി എന്ന രീതിയിലേക്ക് ജനങ്ങൾ തന്നെ ഇപ്പോൾ തിരിച്ചടിക്കുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറുന്നു. അതേസമയം ഡൽഹിയിലും ജന്തർ മന്ദിറിലും പരിസര പ്രദേശങ്ങളിലും സുരക്ഷ മുൻനിർത്തി ചന്ദേവാലൻ ഉൾപ്പെടെയുള്ള 17ഓളം മെട്രോ സ്റ്റേഷനുകൾ താത്കാലികമായി അടച്ചിടുകയും ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 30 കമ്പനി കേന്ദ്രസേനയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അധികമായി വിന്യസിച്ചത്. ഇന്നലെ പശ്ചിമ ബംഗാളിൽ നിന്ന് 20 കമ്പനി CRPF എത്തിയിരുന്നു. അതിന് പുറമെയാണ് 30 കമ്പനി കേന്ദ്രസേനയെ കൂടി ഇന്ന് ഡൽഹിയിലേക്ക് എത്തിച്ചത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത വിമാനമാർഗമാണ് കേന്ദ്രസേനയെ ഡൽഹിയിലേക്ക് എത്തിച്ചത്. ആകെയുള്ള 30 കമ്പനിയിൽ 18 കമ്പനി CRPFും 6 കമ്പനി RAFും അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും 3 കമ്പനി BSFും 2 കമ്പനി SSBയും 1 കമ്പനി ITBP ജവാന്മാരുമാണ് ഉള്ളത്. ഇതോടെ പ്രതിഷേധം നേരിടാൻ ആകെ 45 കമ്പനിയെ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. അവരെത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ദില്ലിയിലെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇനി ഡൽഹി പോലീസിന് അധികം റോൾ ഉണ്ടാകില്ല. അതായത് പ്രതികളെ അന്വേഷിക്കുക, പ്രതികളെ പിടിച്ചെടുക്കുക, പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു നടപടിയിലേക്ക് ഡൽഹി പോലീസ് പോകും. ബാക്കിയുള്ള സുരക്ഷ ഇനി കേന്ദ്രസേനയുടെ കയ്യിലായിരിക്കും. അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ ഛത്തർപൂർ സ്വദേശി സാക്ഷിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇവരുടെ കുടുംബം ഇപ്പോഴും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പെൺകുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചാൽ അവർക്കെതിരെ കർശനമായി നടപടിയെടുക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാലും ഈ CJP പ്രവർത്തകരും അതോടൊപ്പം തന്നെ സിഖുകാരും തമ്മിലുള്ള അടി അത് ഒരു ഇന്ത്യ സഖ്യം പോലെയാണ്. അതായത് ആദ്യം ഇന്ത്യ സഖ്യത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു സഖ്യം പടങ്ങി പോകുന്ന ഒരു കാഴ്ച ഉണ്ടായി. കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആം ആദ്മി പടങ്ങി പോകുന്ന ഒരു കാഴ്ച ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ സ്റ്റാലിന്റെ DMK പടങ്ങി പോകുന്ന കാഴ്ച. അതുപോലെ തന്നെയാണ് ഈ CJP എന്നൊരു ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആ ഒരു ചെയിനിൽ നിന്ന് ഓരോരോ ചെയിനുകളായിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവസാനം അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള ഏതാനും കുറച്ച് ആളുകൾ മാത്രമേ അവസാനം ഈ സമരത്തിന്റെ ഇതിൽ ഡൽഹിയിലേക്ക് ഉണ്ടാകൂ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. കാരണം അത്രത്തോളം ഇപ്പോൾ തമ്മിൽ സംഘർഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്.